അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിർസത്ത മോമിനിങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ ನಾನು ಪಲಕ ಬರೆಯೋಗು ಸೆಲೆಕ್ಟ್ ಆಗಿ ನಿಕತ್ತ ವಿಷಯ ತಹಜ್ಜುದ್ ದುಹಾ ನಿಸ್ಕಾರ ಇಟ್ಟಿಕಡು. ತಹಜ್ಜುದ್ ನಿಸ್ಕಾರ വലിയ ഫലമുള്ള എനിക്കത്ത് വലിയ സവാബുള്ള എനിക്കത്ത് ഒരു അമലു. അതേപോലെ ഇട്ടിക്കಡು ദുഹാ നിസ്കാര. നമുക്കെല്ലാവരും ഗൊന്തുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ചമ്മ ആൾമാരും തഹജ്ജുദ് നിസ്കരിക്കണങ്ങായിട്ടിക്കിടാറ്. ചമ്മ ആൾമാർക്കും നിസ്കരിക്കണോട്ട് ആശ ഉണ്ട്, സുബൈ ഗണിക്കുകയാവാണ്ട് അങ്ങനെ മിസ്സായിപ്പോണ്ടെങ്കൊള്ളാറ്. ചമ്മ ആൾമാർ അതിൻ്റെ ಬಗ್ಗೆ നിർച്ചിട്ടേ ഇല്ല, അങ്ങനെ ആയിട്ട് മിസ്സായിപ്പോണ്ടത് ഉണ്ടാകും. അതേപോലെ ആയിട്ട് ദുഹാ നിസ്കാര. ഈ രണ്ട് നിസ്കാര എപ്പോൾ എങ്ങനെ എത്ര റക്കാത്ത് അതിൻ്റെ കണക്ക് ടൈമും അതേപോലെ നിസ്കരിച്ചും കിട്ടുന്ന ലാഭം ഇതായിട്ട് കിട്ടുന്നത് ഈ വീഡിയോയിൽ. ഫസ്റ്റ് ನಾನು തഹജ്ജുദ് വിഷയം എക്സ്പ്ലെയിൻ ആക്കുക. തഹജ്ജുദ് നിസ്കാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വലിയ മഹത്വ പടിപ്പാട്ടിയതും തങ്ങളുടെ ജീവിതത്തിൽ കറക്റ്റായിട്ടും തങ്ങളെ ജീവിതം പിന്നെ ചൊല്ലണമുണ്ടില്ല ആയെങ്കിലും സ്വഹാബത്ത് എത്രത്തോളം കാട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ തഹജ്ജുദ് തങ്ങൾക്കുള്ള ഇൻട്രസ്റ്റ് കണ്ടിട്ട് സ്വഹാബത്ത് ഇങ്ങനെ നിരച്ചു പോയാൽ തഹജ്ജുദ് നിസ്കാര അതൊരു ഫർലായ നിസ്കാരമേ മാട്ട് വരെ സ്വഹാബത്ത് നിൽക്കണമെങ്കിൽ തങ്ങൾ എത്ര മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടായിട്ടേക്കും തഹജ്ജുദ് മനസ്സിലാക്കിയത് ചെന്നിട്ട് ഞങ്ങൾ അർത്ഥാക്കാം. അപ്പം ഞാൻ പിരിസത്തെ മോമിനിങ്ങളെ തഹജ്ജുദ് നിസ്കാര അള്ളാഹു നമുക്ക് നിസ്കരിക്കോ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കരിക്കണോണ്ട് ആശയുള്ളങ്ങ എനിക്കാണ്ട് പോണ്ടാറ് എനിക്കൊക്കെ എന്തരാക്കണോ അതും കൂടി എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ചൊല്ലുക ഉദ്ദേശിച്ചുകൊണ്ടല്ലേ. പിരിസത്തെ മോമിനിങ്ങളെ തഹജ്ജുദ് നിസ്കാര അതിൻ്റെ ടൈമു ഇശാ നിസ്കാര കഴിഞ്ഞിട്ട് സുബൈ ബാങ്കര ഇടയിലുള്ള ടൈമും. ഈ ടൈമിൽ നിസ്കരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു ചെറിയ വർക്ക് അതിനിടയിൽ വേണം. ആ വർക്ക് കിട്ടിയെങ്കിൽ പിന്നെ നമുക്ക് നിസ്കരിക്കാം. ആ വർക്ക് ചെന്ന് ഇങ്ങനെ ജാവ് ഇറങ്ങിയിട്ട് സുബൈ ബാങ്കര ഒരു കാകണ്ട മുതൽ എഞ്ചിട്ട് എടുത്ത് ഫ്രഷ് ആയിട്ട് റാഹത്തായിട്ട് ഉള്ളുവെല്ലാം എടുത്തിട്ട് നിസ്കരിച്ചെങ്കിലും മയ്യാവും. അതല്ല ജാവ് ഇശാ നിസ്കരിച്ചിട്ട് ഒരു ചെറിയ വർക്കെങ്കിലും വേണം. ചെന്നെങ്കിൽ ചെറിയ കിടന്നിട്ട് ബെഡിൽ കിടന്നിട്ട് ഒല്ലിട്ടിട്ട് ഉറങ്ങണമെണ്ടെന്നില്ല, ഒരു ജസ്റ്റ് ഇങ്ങനെ ചാഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ഇങ്ങനെ തൂങ്ങിയിട്ട് പറഞ്ഞ ചെറിയൊരു വർക്ക് പോലെ ആയിര് ഉണങ്ങും ഇല്ല പറഞ്ഞ പോലെ ആയിത്ത് ആ ഒരു വർക്കായെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അത് മയ്യാവും നമുക്ക്. അപ്പോൾ കണ്ടീഷൻ എന്താ വെച്ചാൽ ഒന്ന് ഇശാ നിസ്കാര കല്യാണം, പിന്നൊന്ന് വർക്ക് ചെറിയൊരു വർക്ക് കിട്ടിയിട്ടിക്കണം. അപ്പം മക്കത്തല്ല കാണാം ഇബാദത്തെല്ലാം എടുത്തിട്ട് ചമ്മ ഇശാ നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഖുർആനെല്ലാം ഓതിയിട്ട് തഹജ്ജുദ് ഗുബേനായിട്ട് ഉറങ്ങണമല്ലേ. അപ്പം ചമ്മ ആൾമാർ മക്കത്ത് ഇങ്ങനെ ഹറമിലെല്ലാം കാണാൻ എന്തൊരു ചാഞ്ഞ് നീണ്ടിട്ട് ഇങ്ങനെ അവിടെ മെത്തിട്ട് ഇങ്ങനെ വർക്ക് എല്ലാം തെച്ചവിടെ ഇങ്ങനെ മൂലൽ തെച്ചിട്ട് ചെറിയ വർക്ക് വേണമായിട്ട് അങ്ങ് പ്രയത്നാക്കാറ്. എന്ത് തഹജ്ജുദ് നിസ്കരിക്കുക വേണമായിട്ട്. എത്ര തഹജ്ജുദ് നിസ്കാരം ചെന്നെങ്കിൽ 2 റക്അത്ത് മിനിമം, മാക്സിമം കണക്കെന്തുമില്ല എത്ര വേണമെങ്കിൽ നിസ്കരിക്കാം. മിനിമം ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. അപ്പം ഞങ്ങൾക്ക് ഇണ്ട് 2 4 3 4 അല്ലെങ്കിൽ പിറ്റേണ്ട അങ്ങനെയല്ല, അല്ല ദവാം നിത്യവും നിങ്ങൾ നിസ്കരിക്കണം. ഒരു കണക്ക് വെക്കണം, ഒരു 2 റക്അത്ത് അല്ലെങ്കിൽ ഒരു 4 റക്അത്ത് അല്ലെങ്കിൽ ഫിക്സ് ആക്കണം. ആ ഫിക്സ് ആക്കുന്നതിലും നിത്യം നിസ്കരിക്കുന്നതിനുമായിട്ട് വലിയ മഹത്വം ഉള്ളത്. അപ്പം ഞങ്ങളുടെ സാധാരണ ഒരു 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കണം. അതേ ടൈമിലോ നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ പരിചയമുള്ള ഉസ്താദുമാരുള്ള 4 റക്അത്തിലേ കണ്ടിന്യൂ ആക്കിറങ്ങാം, 6 റക്അത്തിലേ കണ്ടിന്യൂ ആക്കിറങ്ങാം, അങ്ങനെയല്ല ഉണ്ടാകും. തഹജ്ജുദ് നിസ്കാരത്തിൽ ബാദർ ജാവ് ഗണിച്ചിട്ട് വലിയ വലിയ സൂറത്ത് ഓതുരണിക്കത്തെ ചമ്മ മഹാന്മാരായ ഉസ്താദുമാരെ ചരിത്രമെല്ലാം നങ്കുന്നുണ്ട്. നൻ്റെ പഠിപ്പാട്ട് നൻ്റെ ഒരു ഉസ്താദ് ഇപ്പോൾ ഒരു 4 ഗಂಟೆ ടൈമിൽ എണിച്ചിട്ട് വലിയ വലിയ സൂറത്ത് ഓതിട്ട് നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജാവ് എണിച്ചിട്ട് നിസ്കരിച്ചിട്ട് തഹജ്ജുദിൽ വലിയ വലിയ സൂറത്ത് ചെന്ന് സൂറത്തുൽ ബഖറ, സൂറത്ത് ആൽ ഇംറാൻ, സൂറത്ത് മാഇദ, സൂറത്തുൽ അൻആം, അറാഫ്, അൻഫാൽ, തൗബ വലിയ വലിയ സൂറത്ത് തങ്ങൾ ഓതിട്ട് നിസ്കരിച്ചുകൊണ്ട് നിന്നിട്ടിരിക്കരുത്. എത്രത്തോളം ചെന്ന് തങ്ങൾ ഇങ്ങനെ ഓതുവാനായിട്ട് നിന്നിട്ട് കാലിങ്ങനെ നീര് കെട്ടിയിട്ട് പോയപ്പോൾ ആയിഷ ഉമ്മ കണ്ടിട്ട് കേൾക്കരുത്, നബിയെ കാലുള്ള നീര് കെട്ടി പോയിരല്ല നബിയെ, എന്തൊക്കെ ഇങ്ങനെല്ലാം കഷ്ടം വന്നിട്ട് ഇങ്ങനെല്ലാം നിസ്കരിക്കണോ, നിങ്ങൾക്ക് ഓൾറെഡി അള്ളാഹു താല നിങ്ങൾക്ക് എല്ലാം മാപ്പ് തന്നൊരു വലിയ ദറജ തന്നൊരു എല്ലാം ആക്കിരല്ലേ, പിന്നെ എന്തൊക്കെ ഈ കഷ്ടപ്പെടണോ തങ്ങ കേൾക്കുക. അഫല അക്കൂനു അബുദൻ ഷക്കൂറ, ഇതെല്ലാം അള്ളാഹു തന്നിട്ടിക്കും ഞാനൊരു നന്ദിയുള്ള അടിമ ആവണ്ടേ ആയിഷ നബി തങ്ങ കേട്ടിട്ടിക്കുമ്പോൾ. പിരിസത്ത മോമിനിങ്ങളെ ഞാൻ ചൊന്നു വന്നത് ഹദ്ദാദ് ഈ ചൊല്ലനക്കത്തെ തഹജ്ജുദ് തങ്ങൾ കൊടുത്തൊരു മഹത്വമായിട്ടിരിക്കുന്നത്. അള്ളാഹു നമുക്കും തൗഫീഖ് തരട്ടെ. അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് 2 കൈ അള്ളാഹുയുടെ ഭാഗത്ത് നീട്ടിട്ട് ദുആ അള്ളാഹു താല ഗ്യാരണ്ടി ഇജാബത്ത് തണ്ട ഒരു നിലക്കും അള്ളാഹു താല അതിൽ തട്ടിക്കളയാലെ നിങ്ങളെ മനസ്സിലാവും.
ഉറച്ച വിശ്വാസമേനും ഉണ്ടായിട്ടിക്കട് ഉറച്ച നിൻ്റെ ഇതുവാക അല്ലാഹു താല മാപ്പ് ഉത്തര തരൂ, നിൻ്റെ ദോഷങ്ങൾക്ക് അല്ലാഹു മാപ്പ് തരൂ, ഉറച്ച വിശ്വാസങ്ങളെ മനസ്സിൽ വെച്ചിട്ട് അള്ളാഹുക്ക് കൈ നീട്ടിയിട്ട് അള്ളാഹുയുടെ ഭാഗത്ത് കൈ നീട്ടിയിട്ട് നിങ്ങൾ ദ്വാരുന്നെങ്കിൽ അള്ളാഹു നിങ്ങൾ ദ്വാക്ക് ഉത്തര തണ്ട. അപ്പോൾ പരിശുദ്ധ മോമിനിങ്ങളെ തഹജ്ജുദ് നിങ്ങൾ നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊന്നല്ലേ അത് എത്ര പേരെ നിങ്ങൾ നിസ്കരിക്കുക, പക്ഷേ ഇത്തരം ചൊന്നൊരു ഫിക്സ് ആക്കിയിട്ട് അതേ എപ്പോഴും നിസ്കരിക്കുന്നതായിട്ടിക്കർ ഉത്തമ. വേറൊന്നായിട്ടിക്കർ പിന്നെ അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ചെങ്കിലുള്ള ലാഭം എന്താ വെച്ചെങ്കിൽ ഒരാൾ തഹജ്ജുദ് എപ്പോഴും പതിവാക്കി നിസ്കരിക്കാനായിട്ടെങ്കിൽ ബാക്കിയുള്ള ഫർള് നിസ്കാരത്തെ വിഷയത്തിൽ നല്ലതുപോലെ ഇഖ്ലാസും ഖുശൂഉം നല്ല ഗട്ടിത്തനവും അയാൾക്ക് വന്നു പോകുണ്ടായിട്ട്. അങ്ങനെ തഹജ്ജുദിന്റെ വിഷയത്തിൽ ഒരാൾ ഗട്ടിൽ മനസ്സാക്കി നിസ്കരിക്കുന്ന ആളുണ്ടായിട്ടിന് 5 വക്ത് നിസ്കാരത്തെ വിഷയത്തിൽ ഭയങ്കര ഭയഭക്തിയും ഇഖ്ലാസും മനസ്സും തൗഫീഖും ആ ഗട്ടിത്തനവും ആ ഒരു വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് നിസ്കരിക്കാനൊക്കെ ഒരു ബർക്കത്ത് ഈ തഹജ്ജുദിലൂടെ കിട്ടുന്നുണ്ടായിട്ട് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുപോലെ ദുഹാ നിസ്കാര ചെന്നെങ്കിൽ ദുഹാ നിസ്കാര മിനിമം 2 റക്അത്ത് മാക്സിമം 8 റക്അത്തായിട്ടിക്കട്. അപ്പം അതിന് ടൈം കൊണ്ടുള്ളത് സൂര്യ ഉദിച്ചിട്ട് 20 മിനിറ്റെങ്കിലും കലിയണം. സൂര്യ ഉദിച്ചിട്ട് അപ്പം കഴിക്കാവില്ല, സൂര്യ ഉദിച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും കലിയണം. പെരുന്നാൾ നിസ്കാരത്തെ ടൈം അതായിട്ടിക്കട് സൂര്യ ഉദിച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും കലിയണം. അങ്ങനെ കഴിഞ്ഞെങ്കിൽ നിസ്കരിക്കരുതായിട്ടിക്കട്. 2 റക്അത്ത് മിനിമം, മാക്സിമം 8 റക്അത്ത് അങ്ങനെ എപ്പോഴും നിങ്ങൾ നിസ്കരിക്കണം. വലിയ ബർക്കത്തായിട്ടിക്കട്. അതിൽ കിട്ടിയ ലാഭം എന്തെന്ന് ചൊന്നെങ്കിൽ ആരെങ്കിലും കൃത്യമായിട്ട് ഇങ്ങനെ നിസ്കരിക്കാറുണ്ടായിട്ടെങ്കിൽ അയാൾക്ക് പൈസത്തിൽ വിഷയത്തിൽ കുറത്ത പറയല, പൈസ എപ്പോഴും അയാളെ കയ്യിൽ ഇക്കൊണ്ടുള്ളതായിട്ടിക്കട്ടെ. അതുപോലെ മുഖത്തിലും നല്ല വെളിച്ച എല്ലാവർക്കും കാണുക സാധ്യമാവുന്നുണ്ട്. അപ്പം എൻ്റെ മുഖം നല്ല വെളിച്ചാവിട്ട് ചെന്നിട്ട് നാളെ പിന്നെ നിങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങണ്ട, അങ്ങനെയല്ല. അള്ളാഹുക്ക് വേണമായിട്ട് ദുഹാ നിസ്കാരം ഒരാൾ അള്ളാഹുവിനെ വെച്ച് നിസ്കരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇയാളെ മുഖത്തിൽ നല്ല വെളിച്ച വരും. ഈ ഒരു പ്രകാശം എല്ലാ ആൾമാർക്ക് കാണുക സാധ്യവും ആവരും. ആ നിലക്കുള്ളൊരു പ്രകാശം അല്ലാഹു തആല മുഖത്തിൽ വെച്ച് കൊടുക്കാറുള്ളതായിട്ടിക്കട്ടെ. അതുപോലെ എല്ലാ കാര്യങ്ങളും റാഹത്തായി കിട്ടും, ടൈമുക ആകാവൂ. അതുപോലെ എല്ലാ കാര്യങ്ങളും സ്വന്തത്തിൽ റാഹത്തിൽ മുന്നോട്ട് പോകില്ലേ ഒരു വലിയ ഒരു ആയുധമായിട്ടിക്കട് ഈ ചൊല്ലണിക്കത്തെ ദുഹാ നിസ്കാര. അല്ലാഹു തആല ഈ 2 നിസ്കാരവും ജീവിതത്തിൽ നിത്യമാക്കൂ, നമുക്ക് തൗഫീഖ് തരട്ട്. ഇനി ഒരു വിഷയനാ ചെന്നൊരു തഹജ്ജുദ് ഗണിക്കൂ എന്തൊരാക്കണമുണ്ടുള്ളത് സിമ്പിൾ, വേറെ എന്തുമില്ല, വലിയ വിഷയം എന്തോ അല്ല. ഉറങ്ങുമ്പോൾ ഉളു എടുത്തിട്ട് ഉറങ്ങുമ്പോൾ ഉറച്ച നീയത്ത് വേണം. തഹജ്ജുദ് എന്നൊക്കെ എണിച്ചിട്ടേ തീരുന്നുള്ള ഒരു ഹട്ടത്തെ മനോഭാവം ഞങ്ങളെ മനസ്സിൽ പറഞ്ഞു നക്കെ എണിച്ചിട്ടേ വേണം. അതുപോലെ നാളെ സുബൈക്ക് എൻ്റെ ചങ്ങായി ഗൾഫൂറ് ബണ്ട 3 ಗಂಟೆಗೆ ಏರ್ಪೋರ್ಟ್ಲೆತ್ತು ചെന്നറ. അതുപോലെ ഞാൻ ഗാഡി എടുത്തോണ്ട് ഫോൺ ಉಂಟು ಅವನಂటే ചെന്നൈ ನಾನು ಉಂಟು ಒತ್ತುಟ್ಟಿನ್ನೆಂಗೆ ನಾನು ಹೆಂಗೆ ಎಣಿച്ചിട്ട് പോവേ 3 ಗಂಟೆ എയർപോർട്ടിൽ എത്തല്ലേ ഉറങ്ങിട്ട് എണിച്ചിട്ട് 3 ಗಂಟೆ എയർപോർട്ടിൽ എത്ര പോലെ പോവല്ലേ എൻ്റെ എൻ്റെ മനസ്സിലുണ്ട് എയർപോർട്ട് പോകുന്നുണ്ടോ ബറവ് ചെന്നറ ഞാൻ പോകേണ്ടതുള്ളത്. അതേപോലെ എന്തൊന്നും അൽ മർഉ യത്വീറു ബിഹിമ്മത്തിഹി കമാ യത്വീറു ബിജനാഹിഹി. അപ്പം ഒരു മനുഷ്യ പാറുന്നത് എന്തുകൊണ്ട് അവൻ്റെ മനസ്സിലുള്ള ഗട്ടിത്തന ഹിമ്മത്ത് കൊണ്ടായിട്ടിരിക്കുന്നത്. പക്ഷി പാറുന്നത് റെക്ക യൂസ് ആക്കിയിട്ടെങ്കിൽ ഒരു മനുഷ്യ പാറുന്നത് അവൻ്റെ മനസ്സിലുള്ള ഹിമ്മത്തിലായിട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഗട്ടിലൊരു തീരുമാനം വേണം. തഹജ്ജുദ് കിണിക്കൊണ്ടേ ചെന്നിട്ട് ഉറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതണോ. അതുപോലെ ഖുൽ ഹുവല്ലാഹു 3 വട്ട, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ജൻ ഓരോ വട്ട ഓതിട്ട് ഞങ്ങൾ എന്താക്കണം കൈ ഊതിട്ട് ഞങ്ങളെ മുഖവും കൈയും തടിയും എവിടെല്ലാം അങ്ങനെ കൈയെത്ത് പാട്ടുകാവുക തടി ഫുള്ളൊന്ന് തടകിത്ത്. അതുപോലെ സൂറത്തുൽ കഹ്ഫിലെ ലാസ്റ്റ് പേജ് ഫുള്ളോതുകയും ഭാര്യ നല്ല ഖാലഹാദ റഹ്മത്തും മിർ റബ്ബീരെ പിടിച്ചിട്ട് വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ തോൽ ഫുള്ളോതുകയും നല്ല ആയില്ലെങ്കിൽ ലാസ്റ്റത്തെ 4 ആയത്ത്, അതായത് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല ഖുൽ ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹർ. അങ്ങനെ ലാസ്റ്റ് തോൽ, അതായത് 4 ആയത്ത് അത് ഓതിട്ട് കൈ ഊതിട്ട് മുകളിൽ തടകിയിട്ട് കൈയെല്ലാം ഇതേപോലെ ഒന്ന് തടകിയിട്ട് ഖിബ്ലത്തെ ഭാഗത്ത് മുഖയിട്ടിട്ട് ഇങ്ങനെ ഒരു ഉറങ്ങണമെന്നെങ്ങ അങ്ങനെ കൃത്യമായിട്ടും നിങ്ങൾക്ക് തഹജ്ജുദിന്റെ ടൈമിൽ നിങ്ങൾക്ക് എനിക്കുക ആ ഒരു റൂട്ടായിട്ടിരിക്കരുത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.